അപ്പോൾ നമ്മൾ സ്ക്രൂ ടെസ്റ്റ് കഴിഞ്ഞു. സ്ക്രൂ ടെസ്റ്റിനകത്ത് നമുക്ക് മനസ്സിലായി മൾട്ടിപ്പിൾ ടൈംസ് പാർട്ടിക്കിൾ ബോർഡിനകത്ത് സ്ക്രൂ ചെയ്യുവാണെങ്കിൽ അത് ഇളകിപ്പോരും. പക്ഷേ WPCയിൽ സ്ക്രൂ ടെസ്റ്റ് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്താലും അത് ഇരിക്കും എന്നുള്ള കാര്യം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫയർ ടെസ്റ്റ് ആണ്. അപ്പം ഞാൻ ആ സെയിം ബോർഡ്സ് തന്നെ സ്ക്രൂ ഇവിടെ നിങ്ങൾക്ക് കാണാം, സ്ക്രൂ ചെയ്ത സെയിം ബോർഡ് തന്നെയാണ് എടുത്തു വെച്ചേക്കുന്നത്. ആ സെയിം ബോർഡിൽ തന്നെ നമുക്ക് ഫയർ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഫയറായി പോയെന്നെ. ഇത് 1 minute ടെസ്റ്റാണ്. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാർട്ടിക്കിൾ ബോർഡാണ്. സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ രീതിയിലൊരു ഫ്യൂംസ് വന്നു തുടങ്ങി, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും. ഓക്കെ, ഇത് കണ്ടോ കത്തി തുടങ്ങി. അപ്പം ലെസ് ദാൻ 30 seconds കണ്ടോ 30 സെക്കൻഡ്സിൻ്റെ താഴെ ആയപ്പോൾ പാർട്ടിക്കിൾ ബോർഡ് കത്തി തുടങ്ങി. ആ ഫ്യൂംസ് എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകാം. അപ്പോൾ പാർട്ടിക്കിൾ ബോർഡ് ടെസ്റ്റ് കഴിഞ്ഞു. അത് ലെസ് ദാൻ 30 സെക്കൻഡ്സിനകത്ത് അതിനകത്ത് ഫയർ പിടിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ WPCയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാ സെയിം സ്ക്രൂ ചെയ്ത ഒരു സാധനമാണ്. അപ്പം നമുക്ക് WPCയുടെ ഫയർ ടെസ്റ്റ് നോക്കാം. ടൈമർ സെറ്റ് ചെയ്തു. വുഡൻ പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ആണ് WPC. അതെ, 30 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് ഒരു ചെറിയ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത്. ഇത് ചെറിയതായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഇത് കണ്ടോ, ഒരു ഡാർക്ക് ഇത് വന്നിട്ട് അത് മെൽറ്റായി പോവുകയാണ്. കാരണം ഇത് പ്ലാസ്റ്റിക്കും വുഡിൻ്റെയും കമ്പോസിറ്റ് ആയ കാരണമാണ് ഇത് മെൽറ്റാകുന്നത്. പാർട്ടിക്കിൾ ബോർഡ് ഫുള്ളായിട്ട് ബേൺ ആയിട്ടുണ്ട്. അത് മെൽറ്റല്ല, അത് ഫുൾ ബേൺ ആണ് ആയത്. പക്ഷെ WPCയിൽ നോക്കുവാണെങ്കിൽ അത് മെൽറ്റാണ് അയക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് മനസ്സിലായല്ലോ. WPC 30 സെക്കൻഡ്സിന് ശേഷമാണ് മെൽറ്റായത്. പാർട്ടിക്കിൾ ബോർഡ് 30 സെക്കൻഡ്സിൻ്റെ ബിഫോറും. കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടാണ് നിങ്ങൾ ഫർണിച്ചർ നോക്കുന്നതെങ്കിൽ നമുക്ക് പാർട്ടിക്കിൾ ബോർഡിൽ ചെയ്യാവുന്നതാണ്. ലൈക്ക് നമ്മുടെ TV യൂണിറ്റ് ഉണ്ട്, ഡ്രസ്സിങ് ടേബിളുണ്ട്, ബോക്സ് കോട്ടുണ്ട്, അങ്ങനത്തെ റെഗുലർ വാൾ ജോബ്സ്, ഇതൊക്കെ നമുക്ക് പാർട്ടിക്കിൾ ബോർഡിൽ ചെയ്യാം. ആൻഡ് ദെൻ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള വേണമെങ്കിൽ നമുക്ക് ലൈക്ക് ഫോർ എക്സാമ്പിൾ കിച്ചൺ കൗണ്ടർ ടോപ്സ്, അതൊക്കെ നമുക്ക് WPCയിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇതപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുണ്ടാക്കിയത് ചിപ്പ് ബോർഡ്സ് കൊണ്ടാണ്, പിന്നെ മറ്റത് പ്ലാസ്റ്റിക്കും വുഡും കോമ്പോസിറ്റ് ആണ് ഈ WPC എന്ന് പറഞ്ഞത്. അപ്പം മാർക്കറ്റിൽ പല ടൈപ്പ് ഓഫ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഇതിൽ ഏത് പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് ഫർണിച്ചറിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അടുത്ത് ഇത് കസ്റ്റമൈസേഷനും എന്തും അവൈലബിൾ ആണ്. WPC ആണോ പാർട്ടിക്കിൾ ബോർഡാണോ അത് വേറെ വല്ല മെറ്റീരിയൽ ആണോ നോക്കുന്നത്, അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കോൾ ചെയ്യാവുന്നതാണ്. വി ആർ ഹാപ്പി ടു അസിസ്റ്റ് യു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.